സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഡിവിഡൻഡ് പോലുള്ള കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതും വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ളതുമായ ചില സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം 2.45% ഉയർന്ന് 110 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 50,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഡിവിഡൻഡ് ഈൽഡ് 2.5%, 52 വീക്ക് ലോ 90, 52 വീക്ക് ഹൈ 144. ബാങ്ക് ഓഫ് ഇന്ത്യ 4 രൂപ 5 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. രണ്ടാമത്തെ സ്റ്റോക്ക് ഇൻ്റലക്ട് ഡിസൈൻ അരീന ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഇടിഞ്ഞ് 833 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ്. 7 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 രൂപയുടെ ഫൈനൽ ഡിവിഡൻഡും 3 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻഡുമാണ് കമ്പനി പ്രഖ്യാപിച്ചത്. ഈ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ 18 തീയതിയാണ്. മൂന്നാമത്തേത് സ്റ്റോക്ക് സ്പ്ലിറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ പേര് വിരാട് ലീസിംഗ് ലിമിറ്റഡ്. വിരാട് ലീസിംഗ് ലിമിറ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രം ലിസ്റ്റായ സ്റ്റോക്കാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഉയർന്ന് അപ്പർ സർക്യൂട്ടിലേക്ക് എത്തുകയും ചെയ്തു. 90 രൂപ സ്റ്റോക്കിൻ്റെ വില. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഷെയറുകളായി സ്പ്ലിറ്റ് ആവുകയാണ്. സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മെയ് 16 തീയതി. മറ്റൊരു സ്റ്റോക്ക് നോവാർട്ടിസ് ഇന്ത്യ ലിമിറ്റഡും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1%-ഓളം ഉയർന്നു. 804 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില. കമ്പനി 25 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫൈനൽ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മെയ് 10 തീയതിയാണ്. ഏകദേശം 9.26% ഡിവിഡൻഡ് ഈൽഡാണ് കമ്പനി നൽകുന്നത്. കൂടാതെ ഏകദേശം 72 രൂപ 50 പൈസ എന്ന നിരക്കിൽ ആനുവൽ ഡിവിഡൻഡും കമ്പനി നൽകിയിട്ടുണ്ട്. മികച്ച ഡിവിഡൻഡ് ഈൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് നോവാർട്ടിസ് ഇന്ത്യ. വൈൻ സെഗ്മെൻറ്റിലെ ഒരു പ്രമുഖ കമ്പനിയായ സുല വൈൻയാർഡ് ലിമിറ്റഡ് എന്ന കമ്പനിയും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2% ഉയർന്ന് 277 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 3 രൂപ 60 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മെയ് 23 തീയതി. PSU ബാങ്കിംഗ് സെക്ടറിലെ തന്നെ കാനറ ബാങ്കും കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റോക്ക് 2.5% ഉയർന്നു വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 97 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കാനറ ബാങ്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുമാണ്. കാനറ ബാങ്ക് 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. സ്റ്റോക്ക് സ്പ്ലിറ്റ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് വെസുവിയസ് ഇന്ത്യ ലിമിറ്റഡ്. 4,798 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1:10 എന്ന റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഷെയറുകളായി സ്പ്ലിറ്റ് ആകും. 479 രൂപ നിരക്കിലേക്ക് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആകാൻ പോവുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ 10 തീയതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.